ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് RCB മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത IPL-ൽ RCB-ക്കും മുംബൈ ടീമിനും പുതിയ ക്യാപ്റ്റന്മാരാണ്. RCB ടീമിൽ ക്യാപ്റ്റൻ കോഹ്ലിയാണ്. കോഹ്ലി ക്യാപ്റ്റനാകാൻ സമ്മതിച്ചുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതേ സമയം മുംബൈ ടീമിൽ പുതിയൊരു ക്യാപ്റ്റൻ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, രോഹിത് ശർമ്മയാണ്. മുംബൈ മാനേജ്മെന്റ് രോഹിത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ ക്യാപ്റ്റൻസി വേണ്ടെന്ന മട്ടിലാണ്. കഴിഞ്ഞ സീസൺ തന്നെ മുംബൈ ടീം നാശമായി. ഇപ്രാവശ്യവും പാണ്ഡ്യ ക്യാപ്റ്റനായാൽ മുംബൈ ടീമിന്റെ ഗതി അതുപോലെ ആയിരിക്കുമെന്ന് മാനേജ്മെന്റിന് മനസ്സിലായി. അതുകൊണ്ടാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കാൻ അവർ ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൊച്ചി ടസ്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് IPL-ൽ കേരളത്തിന് ഒരു ടീമുണ്ടായിരുന്നു. കൊച്ചി ടസ്കേഴ്സ് എന്നായിരുന്നു ടീമിന്റെ പേര്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണമാണ് ടീം അധമതിച്ചത്. ഇപ്പോഴിതാ കൊച്ചി ടീമിനെ വീണ്ടും കൊണ്ടുവരാനാണ് തീരുമാനം. പുതിയ സ്പോൺസർമാർ കേരള ടീമിനെ ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം 2 പുതിയ ടീമുകളെ കൂടി BCCI IPL-ൽ ചേർക്കും. 2026-ൽ 12 ടീമുകളായിരിക്കും IPL-ൽ കളിക്കാൻ പോകുന്നത്. ഇങ്ങനെ 2 ടീമുകൾ വരുമ്പോൾ അതിലൊരു ടീം കൊച്ചിയാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളാണ് കൊച്ചി ടസ്കേഴ്സിനെ വീണ്ടും കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. കൊച്ചി വീണ്ടും IPL-ൽ എത്തിയാൽ സഞ്ജു ടീമിലേക്ക് വരുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ ഇപ്രാവശ്യം 12 കോടി കൊടുത്ത് വാങ്ങിച്ച താരമാണ് ആർച്ചർ. എന്നാൽ ഇപ്പോൾ രാജസ്ഥാനെ പണികിട്ടിയിരിക്കുകയാണ്. ആർച്ചർക്ക് ഒരുപാട് സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്. ആർച്ചർ ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ആർച്ചറെ IPL-ലേക്ക് അയക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർച്ചർക്ക് വീണ്ടും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അവർക്ക് അവരുടെ ദേശീയ ടീമിൽ ആർച്ചറെ കളിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് IPL കൂടി കളിച്ചാൽ ആർച്ചർക്ക് വീണ്ടും പരിക്ക് പറ്റും. അടുത്ത T20 വേൾഡ് കപ്പിൽ ആർച്ചർ ഇറക്കാനാണ് അവരുടെ തീരുമാനം. ECB ആർച്ചർ IPL-ൽ നിന്ന് വിലക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് രാജസ്ഥാനെ തിരിച്ചടിയാണ്. രാജസ്ഥാന്റെ 12 കോടി വെള്ളത്തിലാകും. ട്രെൻഡ് ബോൾട്ടിനെ രാജസ്ഥാൻ വിട്ടുകൊടുത്തു. ആർച്ചറും കൂടി ഇല്ലെങ്കിൽ രാജസ്ഥാന് പിന്നെ ബൗളിംഗിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.